സോ ഹലോ ഗൈസ്, വെൽക്കം ടു എം ടി ക്ലിക്ക്. വീണ്ടും നിങ്ങളോ? അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ട് ഗൈസ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ക്ലോത്തിങ് സ്റ്റോർ ആണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ മൊബൈലായിട്ട് ഇത് റിലീസ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാഞ്ചറി അങ്ങനെ കുറച്ച് പ്ലേസ് യൂട്യൂബേഴ്സ് കളിച്ചൊരു ഗെയിമാണ്. നമ്മുടെ ഗെയിം തെറാപ്സ് ആൻഡ് കുറച്ച് യൂട്യൂബേഴ്സ് കളിച്ചൊരു ഗെയിമാണ് ഗൈസ് നമ്മുടെ ക്ലോത്തിങ് സ്റ്റോർ. നമ്മുടെ ഫൈനലി അങ്ങനെ നമ്മുടെ മൊബൈലിൽ ഇത് റിലീസ് ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യാനാണ്. പേരടിച്ചു കൊടുത്താൽ അത് ക്ലോത്തിങ് സ്റ്റോർ സിമിലേറ്റ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഈസിലി ഡൗൺലോഡ് ചെയ്യാൻ ഗൈസ്. അപ്പോൾ അത്ര ഉള്ളേസ് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാം. 105 MB ഉള്ളേസ് ഓഫ്ലൈനാണ്. അപ്പോൾ നമുക്ക് കളിക്കാമെന്നേ ഉള്ളൂ. ഇനി ആക്ച്വലി ഇതിൽ നിന്ന് കളിച്ച് ഇച്ചിരി അങ്ങ് തുടങ്ങി ചെറിയ 2-3 ഒബ്ജക്റ്റീവ്സ് ഒക്കെ തീർത്ത് അല്ലെങ്കിൽ കളിക്കുമ്പോൾ തന്നെ ഒരു പരിധി ബോറായി. ട്യൂട്ടോറിയലൊക്കെ മാക്സിമം തീർത്തിട്ടുണ്ട്. ബേസ് എന്തായാലും നമുക്ക് കുറച്ച് ടീഷർട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ ഇവിടെ കൊണ്ട് വെക്കാം. സോ ഇത് ഓക്കെ, നമുക്ക് ത്രോ ചെയ്യാനൊക്കെ ഇച്ചിരി പണീസാണ്. ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഇത് ട്യൂട്ടോറിയൽ കാണിച്ചപ്പോൾ തന്നെ ഇവിടെ വന്ന് വീണായിരുന്നു. സോ നമുക്ക് എന്തായാലും ഇത് കൊണ്ട് കളയണം. എം ടി ബോക്സ് ഏകദേശം അതേ ഗ്രാഫിക്സ് ഒക്കെ തന്നെയാണ് ഗൈസ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അയ്യോ ഓക്കെ വെക്കാം. അയ്യോ ഇത് വെക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇത് ഓക്കെ, ഇത് മാച്ച് ആകത്തില്ല. ഈ ഡ്രസ്സ് മാച്ച് ആകത്തില്ല. ഇത് ഗേൾസിൻ്റെ, ഇത് മെയിലിൻ്റെ. ഓക്കെ ഓക്കെ, ഇത് അടച്ചിട്ട് അവിടെ വെച്ചേക്കാം. ത്രൂ ഇത് ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പ് ഓപ്പൺ ചെയ്തേക്കാം. നമ്മൾ പേരൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. നമുക്ക് പിന്നെ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത ദിവസം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അയ്യോ ഓക്കെ കട ഇതാക്കിയിട്ടുണ്ട്. അയ്യോ ഗൈസ്, നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്തില്ല പറഞ്ഞല്ലേ. പ്രൈസ് സെറ്റ് ചെയ്തിട്ടില്ലല്ലേ. പക്ഷേ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ $20. അപ്പോൾ നമുക്കൊരു $30 സംതിങ് കൊടുത്താലോ. $30 25 ഒരു 25 ഇടാം ഗൈസ്. 99 ഇട്ട് നോക്കിയാൽ നേരത്തെ, പക്ഷെ അത് വർക്കായില്ല. കാരണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി ഗൈസ്. എന്തായാലും 60 ഇടാം. നമുക്ക് വെയിറ്റ് ചെയ്യാം ആരെങ്കിലും വരുന്നുണ്ടോയെന്ന്. ഓക്കെ ഒരാൾ വന്നിട്ടുണ്ട് ഗൈസ്. ഒരു പച്ച ഡ്രസ്സിട്ട ആൾ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരെണ്ണം എടുക്കുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല. എക്സ്പെൻസീവ് ആണെന്നാണ് ഗൈസ് പറയുന്നത്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അതാണ് കുറയ്ക്കാത്തത്. $25 ഇട്ടാണ് ഇത് നഷ്ടമാണ് ഗൈസ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ, അയാൾ എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ചേഞ്ച് കൊടുത്തേക്കാം. ഇതിൽ മറ്റേന്ന് പറയുമ്പോൾ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും പൈസ കിട്ടിപ്പോക്കോളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചേഞ്ച് കൊടുക്കാം. അപ്പോൾ $28.80 കൊടുക്കണം. അത് കൊടുത്തിട്ട് അവിടെ ഫസ്റ്റ് ചെക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അടുത്ത ആൾ വന്നിട്ടുണ്ട്. ആ ഡ്രസ്സ് മൊത്തം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓക്കെ. കാർഡാണ് $78 ഗൈസ്. നമ്മുടെ ഇപ്പം $202.45 ഗൈസ്. എൻ്റെ പൊന്നെ ഈസി. ഫീമെയിൽ ഡ്രസ്സെല്ലാം കഴിഞ്ഞാൽ നമുക്ക് മെയിൽ ഡ്രസ്സ് ഇവിടെ നിറച്ചേക്കാം. മെയിൽ ഡ്രസ്സ് 4 ഗൈസ്. നമുക്ക് എന്തായാലും ഈ ബോക്സ് കൊണ്ട് അവിടെ ഇട്ടേക്കാം. ഓക്കെ, ഇങ്ങനെ ഇരുന്നാൽ പോവല്ലേ. ഓക്കെ, ഒരാൾ വരുന്നുണ്ട്. ഓക്കെ, അയ്യോ ഷോപ്പ്. ഓക്കെ, അത് ഓണാക്കിയിട്ടുണ്ടായി. ഓപ്പണാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇയാൾ വന്നു കഴിച്ചാൽ അറിയാൻ നെക്കിയത് ഇതായിപ്പോയി. അപ്പോൾ ഗൈസ് അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട് ഗൈസ്. ഒരു എക്സ്പെൻസീവ് ആണെന്ന് ഗൈസ് പറയുന്നത്. അങ്ങനെ അവർ പോവുകയാണ് ഗൈസ്. എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാൽ പോവുകയാണ് ഗൈസ്. ഇനി നേരത്തെ ഇട്ട പ്രൈസാണ്. അല്ലല്ലേ, $18 ഞാൻ നേരത്തെ ഇട്ടത്. വലിയ എക്സ്പെൻസീവ് ഒന്നല്ലത്. $15 കണ്ടായിരുന്നു എൻ്റെ മാക്സ് മാർക്കറ്റ് റേറ്റ്. നമ്മൾ $2-3 കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. നമുക്ക് തന്നെ ലാഭം. പക്ഷെ അവിടെ ഒരാൾ കുറേ ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡ്രസ്സ് വാങ്ങിച്ചു ബാക്കി ഇനി ചേഞ്ച് കൊടുക്കണം. ചേഞ്ച് കൊടുക്കുന്ന അല്ലാത്ത പരിപാടിയാണ്. എനിക്കിഷ്ടമല്ല ചേഞ്ച് ചുമ്മാ ഇങ്ങനെ കൊടുക്കുന്നത്. മറ്റേതുപോലെ ആക്കിയാൽ മതി. ഓക്കെ, 2 ബ്ലാക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അവർ. ഓക്കെ, കാർഡാണ് നല്ലത്. കാർഡാകുമ്പോൾ ഇങ്ങനെ കറക്റ്റ് പേയ്മെൻറ്റ് അടിച്ചു കൊടുത്താൽ ചേഞ്ച് ഒന്നും കൊടുക്കണ്ട. 37.2. അങ്ങനെ 4ാമത്തെ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡ്രസ്സെല്ലാം തീർന്നിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് ഡ്രസ്സ് അവർ വാങ്ങിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 2 ഡ്രസ്സ് അവർ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതും കാർഡാണ്. $37.50. ഓക്കെ ഗൈസ്, നമ്മളെ അങ്ങനെ അവിടെ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് 5 ചെക്കൗട്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അതോടെ തന്നെ അവിടെ ഇത് ഡ്രസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഡ്രസ്സ് വാങ്ങിക്കണം. അടുത്ത ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഷെൽഫ് വാങ്ങിക്കാമെന്ന് വെച്ചാലും $400 ഗൈസ് ഒരു ഷെൽഫിന്. അപ്പോൾ നമ്മുടെ അത്രയും പൈസ ഇല്ല. അവിടെ ഇപ്പോൾ സംതിങ് ഇത്ര പൈസ ഉള്ളു ഗൈസ്. അതുകൊണ്ട് നമുക്കത് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഒരു ഡ്രസ്സ് ഉണ്ട് ഗൈസ്. ഈ വൈറ്റ് ഡ്രസ് ഷർട്ട് എന്ന് പറയുന്ന സംഭവം. അതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും. $248 നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു പ്രൈസ് നമുക്ക് വിൽക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ പ്രതീക്ഷ. അപ്പം എന്തായാലും അതെന്തായാലും നമ്മളൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെള്ള ടീഷർട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കണം. വേറെ വാങ്ങിച്ചിട്ടും പൈസ ആക്കിയതില്ല. എന്തായാലും ഈ ഒരു ഇതിന് കൊടുക്കാം. ബാക്കി ഒരു $45 കൂടി കൊടുത്തിട്ടുണ്ട് ഗൈസ് ആ ഡ്രസ്സ്. ഇത് ഭയങ്കര ഫാസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വന്നോളും. ഇത് മെഗിളിൽ നിന്നാണ് ഗൈസ് ഓർഡർ ഡെലിവറി ചെയ്യുന്നത്. ഇതെന്ത് കരാട്ട ഡ്രസ്സാണോ എന്നൊരു സംശയമുണ്ട് ഗൈസ്. കാരണം അതിൻ്റെയൊക്കെ ഒരു കളറ്. ഓക്കെ, അയ്യോ
ഇത് മൊത്തം ഷെൽഫ് നിറയും കേട്ടോ. ഷെൽഫ് മൊത്തം നിറഞ്ഞിട്ടുണ്ട്. നമുക്കിനി വേറെ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇതുകൊണ്ട് പെട്ടി കൊണ്ട് വേസ്റ്റ് ബില്ല് കളഞ്ഞിട്ട് ഓക്കെ വേസ്റ്റ് ബില്ല് കളഞ്ഞിട്ടില്ല ശേഷം കുറേ നേരമായി നമ്മളിവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല. നമ്മളങ്ങനെ കുറേ നേരം ഇരിക്കുക. ഇപ്പോഴാണ് ഈ ആൾക്കാർ വന്നു തുടങ്ങിയത്. ഷോപ്പ് ഓപ്പൺ ആക്കാതൊക്കെ ഇരിക്കുക ഗൈസ്. ഓക്കെ അയ്യോ മണി അയ്യോ ഗൈസ് നമ്മൾ ഈ ഡ്രസ്സിന് പൈസ ഇട്ടിട്ടില്ല. അയ്യോ ഞാൻ ഇപ്പോഴും ഓർത്തത് $30 മാക്സ്. അപ്പോൾ നമ്മളൊരു $40 വെച്ചേക്കാം. $42 ഇട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നുകളി ഇപ്പം വരില്ല $2 വാങ്ങിച്ചോണ്ട് പോലെ ഗൈസ്. ഓ ഇല്ല ഗൈസ് ഇല്ല നമ്മൾ നേരത്തെ പൈസ വാങ്ങിച്ചെങ്കിൽ പണി കിട്ടിയാൽ ഇപ്പം കുഴപ്പമില്ല ഗൈസ്. നമ്മളിപ്പോൾ പൈസ ഇട്ടിട്ട് അതേ ഡോളറിന് വാങ്ങിക്കാൻ പറ്റും. ടു എക്സ്പെൻസീവ് എന്ന് അവർക്ക് പറയാൻ പറ്റില്ല, കാരണം അവർ വാങ്ങിച്ചു പോയില്ലേ. ഓക്കെ ഭാഗ്യം നമ്മുടെ പൈസ നഷ്ടമായില്ല. എന്തായാലും $44 വാങ്ങിച്ചേക്കാം. ഓക്കെ അങ്ങനെ നമ്മൾ 2 ചെക്കൗട്ട് കയ്യിലിരുന്ന് ഗൈസ്. ഇനിയും അടുത്ത ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 10 ചെക്കൗട്ടാണ്. എന്തായാലും നമുക്ക് അതൊന്നും കളയാൻ പറ്റില്ല ഗൈസ്. കുറേ ശേഷം ഒരു പൊട്ടത്തല് വന്നിട്ടുണ്ട് ഗൈസ് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട്. പക്ഷെ അങ്ങേരും പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് ഗൈസ് പറയുന്നത്. പക്ഷെ ഇതിന് കുറച്ച് കൊടുത്താൽ ശരിയാവുമോ? $40 വലിയ കുഴപ്പമൊന്നും ഇല്ല. അല്ലെങ്കിൽ ഒരു കാര്യം ഗൈസ് നമുക്കൊരു $35 ഇടാം. അതായിരിക്കും നല്ലത്. അപ്പോൾ അതാകുമ്പോൾ ഒരു $5 കൂട്ടിയിട്ടുണ്ടല്ലോ. നമുക്കൊരു $35 ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ മോർണിംഗ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. ഓക്കെ നമ്മുടെ മോർണിംഗ് നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് ഗൈസ്. ഈ ഗെയിമിൽ നമ്മൾ ഡേ 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഒരു നഷ്ടമില്ലാതെ ഗൈസ്. നോക്കിക്കാനാണ് നമുക്ക് $166.78 ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഒരാൾ വരുന്നുണ്ട് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട്. അങ്ങനെ എക്സ്പെൻസീവ് ആണ് ഗൈസ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഇതിനും കുറച്ച് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് എന്തായാലും. ഒരു ഡ്രസ്സിന് നമുക്ക് കിട്ടുന്നത് $35 ഗൈസ്. അപ്പോൾ അത്രയും ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു $100 എന്തായാലും കിട്ടും 2 ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴത്തേക്ക്. ഇങ്ങേരും പൈസ ഗൈസ് $14.85. $15 ആയിപ്പോൾ കുഴപ്പമില്ല. അവരെന്തായാലും ഇത്രയും വാങ്ങിച്ചതല്ലേ. അല്ല ഒരെണ്ണല്ലേ വാങ്ങിച്ചു, എന്തായാലും കുഴപ്പമില്ല. ഓക്കെ കാളാണ് ഗൈസ്. കാളാൻ കറക്റ്റ് പൈസ അടിച്ചു കൊടുത്താൽ മതി. വലിയ പണിയൊന്നും $15. ഓക്കെ വലിയ പണിയൊന്നുമില്ല. ഈ പൈസ വാങ്ങിക്കുന്ന ചേഞ്ച്. ഓക്കെ ഗൈസ് ലാസ്റ്റ് 2 ഡ്രസ്സാണ് ഗൈസ്. ഓക്കെ ലാസ്റ്റത്തെ ഒരു ഡ്രസ്സ് കൂടി ഉണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് $70 കിട്ടി. ഓക്കെ $9.70 ചേഞ്ച് കൊടുത്തേക്കാം ഗൈസ്. 9.10. ഓക്കെ സെറ്റ്. ലാസ്റ്റ് ഒരു ഡ്രസ്സ് കൂടി ഉണ്ട് ഗൈസ്. ഒരാൾ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഓക്കെ $29.85. ഓക്കെ സെറ്റ്. ഓക്കെ അങ്ങനെ ലാസ്റ്റ് ഡ്രസ്സും കഴിഞ്ഞ് ഗൈസ്. ഓക്കെ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഒന്നും കൊടുക്കണം. അങ്ങനെ പോയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മുടെ ലെസ്സെല്ലാം കഴിഞ്ഞിട്ട് ഗൈസ് നമുക്ക് എന്തായാലും ഈ ഷോപ്പം ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. പിന്നെ പാട്ടിൽ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വേറെ വീഡിയോ കാണാം. ഓക്കെ ബൈ.